മഴ കനത്തതോടെ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ വലയുകയാണ് എടവനക്കാട് പഴങ്ങാട് കടപ്പുറത്തുള്ളവർ. താൽക്കാലിക തടയണ തകർത്ത് വെള്ളം കരയിലേക്ക് കയറിയതോടെ പ്രദേശവാസികൾ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ്. അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മഴ കനത്തതോടുകൂടി എടവനക്കാട് പഞ്ചായത്തിലെ 9, 13 വാർഡുകളിലെ കടൽക്ഷോഭം അതീവ രൂക്ഷമായിട്ടാണ് തുടരുന്നത്. ഇപ്പോൾ കടൽഭിത്തി നാളുകളായി തൊട്ട് ഇവിടെ ഇല്ല എന്നുള്ള വിവരം ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ കഴിഞ്ഞ സുനാമിയിലാണ് ഈ കടൽഭിത്തി തകർന്നത്. അതിനുശേഷം ഇതിൽ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ എന്നത്തെയും ഒരു നീർന്ന പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, പലരും ഈ കടലിൽ നിന്നുള്ള നേരിട്ടുള്ള വെള്ളം വീടുകളിലേക്ക് അടിച്ചതിനെ തുടർന്ന് കുട്ടികളുമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ സ്വന്തം വീട്ടുമുറ്റത്തൂടെ കടൽ ഒഴുകുന്ന ഒരു സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇവിടുത്തെ പ്രദേശവാസികളോട് നമ്മൾ സംസാരിക്കുകയാണ്. ചേട്ടാ, ഈ പ്രശ്നം അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. കാലാകാലങ്ങൾ വർഷമാകുമ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നവർ ഈ ഭീതിയിലും ഭയാജനമായ പേടിച്ച അവസ്ഥയായിട്ടാണ് ഇവിടെ ഞങ്ങൾ ജീവിച്ചുള്ളത്. താൽക്കാലികമായിട്ടുള്ള നിർമ്മിതികളൊക്കെ എങ്ങനെയുണ്ട്? ഫലപ്രദമാണോ? താൽക്കാലികമായിട്ട് ഒരു മെയിൻ്റെനൻസ് കയറി കുറച്ചെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ സീവാളം ഒരു കല്ല് പോലും എടുത്തു വെക്കുന്നില്ല. ഏതാണ്ട് 2.4 കിലോമീറ്റർ തീരമാണ് ഇത്തരത്തിൽ തകർന്നു കിടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ ഒരു തീരത്തെ കടൽക്ഷോഭം അങ്ങേയറ്റം ഗൗരവകരമായി തുടരുന്നിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇതിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ നാളുകളായി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമിതിയുടെ വക്താവ് തന്നെ നമ്മളോട് സംസാരിക്കുകയാണ്. ചേട്ടാ, എത്ര നാളായി ഒരു പ്രശ്നം രൂക്ഷമായി തുടങ്ങിയിട്ട്? രൂക്ഷമായി 2004 സുനാമിക്ക് ശേഷം സംഭവിച്ചേക്കുന്നത്. കാരണം നാളിതുവരെയായിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ജനങ്ങൾ ഇവിടെ ശക്തമായിട്ട് പല രീതിയിലുള്ള സമരങ്ങളും നടത്തിയിട്ട് ആ സമരത്തെ മുതൽ ഇവിടെ അവഗണിച്ചേക്കാണ്. ഇന്നിപ്പോ ഏതാണ്ട് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ഉണ്ടെന്ന് കേട്ടു. എന്തായിരുന്നു അത്? നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ഇന്ന് ജിയോ ബാഗിന്റെ ഉദ്ഘാടനം എന്ന് വെച്ചാൽ ജിയോ ബാഗ് മണ്ണ് നിറച്ച് മണൽവാട വെക്കാനായിട്ട് ജിയോ ബാഗ് വരുമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലയിൽ എന്തോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, കാലാവർഷത്തിന്റെ എന്തോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വരൂലെന്ന് പറഞ്ഞ് 35 കോടിയോളം രൂപ ഇവിടെ ടെട്രോപോഡ് നിർമ്മിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പുലിമുട്ട് പോലുള്ള കവചങ്ങൾ, തീര കവചങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് അധികാരികൾ പറയുന്നത്. പക്ഷേ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള ഇവരുടെ കാത്തിരിപ്പാണ്. ചെല്ലാനം മോഡലിലുള്ള ഒരു തീര സംരക്ഷണ നടപടികളാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ ഇവിടെ ഈ ഒരു പ്രദേശത്തെ മെമ്പർ തന്നെ സംസാരിക്കും. ഇവിടുത്തെ ആളുകളെല്ലാം വളരെ ദുരിതത്തിലാണ്. അപ്പോൾ മെമ്പർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? കാരണം എല്ലാ വർഷവും പറയണമല്ലോ, ഞാൻ വന്നിട്ട് ഇപ്പം 5 വർഷമായി. 5 വർഷവും ഞങ്ങൾക്ക് ഇത് തന്നെയാണ്. എല്ലാ വർഷവും കടലേറിക്കണം. 20 വർഷമായിട്ട് ഇവിടുത്തെ ഞാൻ ഈ തീരപ്രദേശത്ത് തന്നെ അരി താമസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും സങ്കടം, ഞങ്ങളോടുള്ള അവഗണനയാണ് ഇത് കാണിക്കുന്നത്. ചിലവാരും എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇനി ഞങ്ങൾക്ക് അതൊരു സ്വന്തം ജന്മദേശത്ത് നിന്ന് തന്നെ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. കാണുമ്പോൾ തന്നെ ഈ തീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അങ്ങേയറ്റം ഭയാവഹമായിട്ടുള്ള ഒരു മനസ്സോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും ഇടവനക്കാട് നിന്ന് ക്യാമറമാൻ അദീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.